നമസ്കാരം. ഇന്നും നമുക്കൊരു ഗണപതി സ്തുതിയോട് കൂടി തന്നെ തുടങ്ങാം. കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പിലേക്കൊക്കെ നമുക്ക് നീങ്ങാം. അപ്പം ഞാൻ തിരുവാതിരക്കളിയിൽ അത്ര വലിയ പണ്ഡിതിയൊന്നുമല്ല. ഇതൊരു അനുഷ്ഠാന കല ആയതുകൊണ്ട് തന്നെ കുട്ടിക്കാലം തൊട്ട് തന്നെ കണ്ടും ചെയ്തും പരിചയിച്ചും പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ പറയണത്. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പല നാട്ടിലും പല ശൈലിയാണല്ലോ. എൻ്റെ ശൈലി ഇതാണ്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ എങ്ങനെ ഒരു സ്തുതി തുടങ്ങണം എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. കുറച്ച് ദിവസം കൂടി നമുക്ക് സ്തുതി തന്നെ നോക്കേണ്ടി വരും. എന്നിട്ട് നമുക്ക് പതുക്കെ പതുക്കെ പദത്തിലേക്കും ഒക്കെ വരാം. 1 2 1 2 1 2 3 4. ഇതാണ് ഒരു സ്റ്റെപ്പ്. ഇനി ഇത് തന്നെ നമ്മൾ മറ്റേ കാലുകൊണ്ടും തുടങ്ങും. 1 2 1 2 1 2 3 4. ഇതിൽ നമ്മൾ കൊട്ടുമ്പോൾ കണ്ടോ സ്ട്രെയിറ്റാണ്. സ്ട്രെയിറ്റായിട്ട് കൊട്ടി അടുത്തത് വയ്ക്കുമ്പോൾ താഴ്ന്നു, വീണ്ടും കൊട്ടി വയ്ക്കുമ്പോൾ താഴ്ന്നു, കൈ താഴെ ഇട്ടു. 3 4. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കൊട്ട് പലതരത്തിലുള്ള കൊട്ടുകളുണ്ട്. ഇതാണ് കൊട്ട്. കൊട്ടുമ്പോൾ ആക്ഷൻ പോരാട്ടോ, കൊട്ടിന് സൗണ്ട് വരെ തന്നെ വേണം. കൈ മലർത്തി പിടിച്ചു. ഇങ്ങനെയൊന്നും പിടിക്കണ്ട, ഇതേപോലെ തന്നെ പിടിച്ചാൽ മതി. ഇവിടെ ചേർന്നാലും കുഴപ്പമില്ല, കണ്ടോ, ഇവിടെ ചേർന്ന് വന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ കൊട്ടി എടുത്തു. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ കാല് മാത്രമായിട്ടൊന്ന് ക്ലോസ് കാണിച്ചു തരാം, ചവിട്ടുകൾ എങ്ങനെയാണെന്നുള്ളത്. അതായത് ഇത്രയും വരും. ഒന്നുകൂടെ കാണിക്കാം. മറ്റേ കാലും 1 2 1 2 1 2 3 4. കിട്ടിക്കാണെന്ന് വിചാരിക്കണം. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇങ്ങനെ സർക്കിളിലാണെങ്കിൽ തന്നെ ക്യൂ ആയിട്ട് നിൽക്കും. ഇവിടെ വിളക്കും പറയുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കും, ഒന്നിന് പുറകിൽ ഒരാളായിട്ട്. എന്നിട്ട് കൈ എടുക്കണത് കണ്ടോ, വിളക്കിൻ്റെ ഉള്ളിലേക്കാണ്, വട്ടത്തിൻ്റെ ഉള്ളിലേക്കാണ് കൈ വരിക. 1 ഇത്രയും. അപ്പോൾ കാലും അത്ര ഞാൻ അങ്ങനെ നിന്ന് കാണിച്ചു തരാം. കണ്ടോ, ആ ഡിസ്റ്റൻസ് ഉണ്ടാവും ആ സ്റ്റെപ്പിന്. 1. ഇനി 2 വയ്ക്കുന്നത് ഇവിടെയല്ല, ഈ ഫ്രണ്ടിലേക്കല്ല, ഇങ്ങനെ കൊണ്ടുവന്ന് വട്ടത്തിൻ്റെ ആ ലൈനിലേക്ക് തന്നെ വെക്കണം. ഒന്നുകൂടെ കാണിച്ചു തരാം. 1 2 3 അവിടെ താഴ്ന്നിട്ട് 4ന് നമ്മൾ ഇത്രയും കറങ്ങണം. ഇതാണ് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പാണെന്ന് നേരത്തെ പറഞ്ഞ്. ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. 1 2. ഈ സ്റ്റെപ്പ് ടീ പോലെയാണ് കാല് വയ്ക്കുന്നത്, കണ്ടോ. ഇത് വെച്ചത് ഇതിന് മുമ്പത്തെ ക്ലാസ്സിലേക്ക് പോയാൽ കാണാം, നേരെ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇതങ്ങനെയല്ല. 1 2 3 4. ഇനി ബാക്കിയുള്ളവിടെ എടുക്കാം. 5 6 7 8. ഈ 5 6 ഫ്രണ്ടിലേക്ക് നടക്കണം. 5 6 7 8. തിരിച്ചും 1 2 3 4 5 6 7 8. ഇത്രയും സ്റ്റെപ്പാണ് അടുത്ത വരിക്കുള്ളത്. അടുത്ത സ്റ്റെപ്പ് കൂടെ നോക്കാം കേട്ടോ. 1 2 3 4 5 6 7 8. ഇത്രയും നമ്മളെ റൗണ്ടിലൂടെ നീങ്ങി വരും. പിന്നെ ഇതൊക്കെ ലെഫ്റ്റിലും. 1 2 3 4 5 6 7 8. ഇനി ഇത് കാല് ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. കുറച്ച് സ്ഥലം എടുത്ത് കളിക്കേണ്ട സ്റ്റെപ്പായിരിക്കും. കാല് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കണം. 1 2 നീട്ടി വെച്ചു. 3 ക്രോസ് ചെയ്ത് കുത്തി, ഉണ്ടോ, ഇത്രയും ക്രോസ് ചെയ്ത് കുത്തി. നമ്മൾ പുറകിലേക്ക് മാറ്റി കുത്തിയാത്ത കുഴപ്പം പറഞ്ഞുതരാം. 1 2 3. ഇവിടെയാണ് കുത്തുന്നെങ്കിൽ 4 അവിടെ ആയിരിക്കും. 5 അവിടെ കുത്തി കഴിഞ്ഞാൽ 6. കണ്ടോ, നമ്മൾ വട്ടത്തുനിന്ന് നീങ്ങി പോവും. അപ്പോൾ ഒന്നുകൂടി കാല് കണ്ടോളൂ. 1 2 3 4 5 6 7 8. ലെഫ്റ്റും അതേപോലെ തന്നെ. 1 2 3 4 5 6 7 8. കാല് കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് നമുക്ക് പാട്ടിനൊപ്പം ഒന്ന് കളിച്ച് നോക്കാം. തുമ്പമലർ ചൂടും തമ്പൂ
പടച്ചോരു പായസവും ഭയന്നാമ സീതാ പൂജിക്കുന്നേ ഇടപ്പള്ളി വാഴും ഗണപതിയേ ഇടപ്പള്ളി വാഴും ഗണപതി